KG സെക്ഷനിലോട്ട് നമുക്ക് അധികം വരുന്നില്ല. ഓക്കെ, മിസ് എന്താ റെക്കോർഡിങ്ങിന് പ്രോബ്ലം ഉണ്ടോ? ഇല്ല മിസ്സേ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ആണ്. ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് കൾച്ചറൽ ഏരിയയെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഇന്ന് നടത്തുന്നത്. കൾച്ചറൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ, സുവോളജി, ബോട്ടണി, ജോഗ്രഫി, ഹിസ്റ്ററി, ഈ 4 സബ്ജക്റ്റിലുള്ള നമ്മളെ സറൗണ്ടിങ്സിൽ വരുന്ന കാര്യങ്ങളാണ് കൾച്ചറൽ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് നമ്മുടെ മക്കൾക്ക് EVS എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് KG സെക്ഷനിൽ. EVSൽ വരുന്ന ഓരോ കാര്യങ്ങളും, EVSൽ ആനിമൽസിനെ കുറിച്ച്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഓരോ ഏരിയ വരുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് കൾച്ചറൽ ഏരിയയുടെ ഇൻട്രൊഡക്ഷൻ. ദെൻ 14 ടെൻഡൻസീസ് വരുന്നുണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറൽ സബ്ജക്ട്, റീസൺസ് ഓഫ് കൾച്ചറൽ സബ്ജക്ട്. 14 ടെൻഡൻസീസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. 14 ടെൻഡൻസീസ്: എക്സ്പ്ലോറേഷൻ, ഓർഡർ, ഗ്രിഗേറിയസ്നെസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, വർക്ക്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 14 ടെൻഡൻസീസ്. 14 ടെൻഡൻസീസിന്റെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പ്ലോറേഷൻ കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കണം അല്ലെ. ഇപ്പൊ നാച്ചുറിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ്. നാച്ചുറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ നാച്ചുറൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ടേ? ഒരു ട്രേയില് നമുക്ക് നാച്ചുറലോട്ട് വരുന്ന കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ട്രേയില് ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം, കുറച്ച് സോയിൽ, ഡ്രൈ ലീഫ്, ഗ്രീൻ ലീഫ്, ചെറിയൊരു നെസ്റ്റിന്റെ മോഡൽ, അതിൽ കുഞ്ഞ് എഗ്ഗ്, ഇപ്പൊ കോട്ടൺ ബോൾസ് നമുക്ക് അതിൽ ചെയ്തു വെച്ചാൽ മതി. അപ്പൊ അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ഞാനത് നമ്മളെ ഫോട്ടോയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ വിശദാക്കി തരാം. ഓർഡർ, ദെൻ എല്ലാത്തിനും ഒരു സീക്വൻസ് ആയിട്ടുള്ള ഒരു ഓർഡർ വേണം. റുട്ടീൻസ്, ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, ഇതിനൊരു പെർഫെക്റ്റ് റുട്ടീൻ നമ്മൾ പറഞ്ഞില്ലേ, കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, അത് നമ്മൾ ഓർഡറാണ്. ആ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. ദെൻ ഗ്രിഗേറിയസ്നെസ്സിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ക്യാറ്റ്, കൗ, ഡോഗ്, ഇങ്ങനെയുള്ള ഡക്ക്, ഇങ്ങനെയുള്ള ഒരു ഫാമിലേക്ക് കൊണ്ടുപോയിട്ട് ദീസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മളോട് ഇണങ്ങി ജീവിക്കുന്ന മൃഗങ്ങൾ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാണ്. ടീച്ചിങ്ങും കമ്മ്യൂണിക്കേഷനും തമ്മിൽ വ്യത്യാസമില്ലേ? ടീച്ചിങ് പറഞ്ഞാൽ നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുകയാണ്. ലാംഗ്വേജ് ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ലാംഗ്വേജ് ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷന്റെ ടൂളാണ് എന്ത്? ലാംഗ്വേജ്. ഡിഫറെന്റ് ലാംഗ്വേജ് ഇല്ലേ, ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ്, എൻ്റെ ഐഡിയാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അല്ലേ, അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ട്. നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. ദെൻ അബ്സ്ട്രാക്ഷൻ.
കോൺക്രീറ്റ് അബ്സ്ട്രാക്റ്റ് ആണ് മോണ്ടസറി മെറ്റീരിയൽസ് എല്ലാം. അബ്സ്ട്രാക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഐഡിയാസ് ഫസ്റ്റ് കൊടുക്കുന്നത്. മാത്സിലാണെങ്കിലും അതുപോലെ സെൻസോറിയൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നത്. പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർ, നോബിൾ സിലിണ്ടേഴ്സ് എല്ലാം. ദെൻ ക്യൂരിയോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ കുഞ്ഞുങ്ങളെ അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ടീച്ചേഴ്സിന് പരാതി. അവിടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്താൽ ആ കുഞ്ഞുങ്ങളെ അടക്കി നിർത്താനായിട്ട് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇരുത്താൻ സാധിക്കുകയുള്ളൂ. ക്യൂരിയോസിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ചൂസ് ചെയ്യാം. അപ്പം നമ്മള് ഇന്നത്തെ ക്ലാസ് AI കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ളതായിരുന്നു. അപ്പൊ അവിടെ കുഞ്ഞുങ്ങൾക്ക് ക്യൂരിയോസിറ്റി എങ്ങനെ കൊടുക്കാം? അപ്പൊ നമ്മള് സയൻസ് എക്സിബിഷനിലൊക്കെ ഒന്ന് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ ലൈറ്റ് കത്തും. അപ്പൊ നമ്മൾ ബോഡി പാർട്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്, ദെൻ ഹാൻഡ്, ചെസ്റ്റ്, ലങ്സ്, കിഡ്നി ഇങ്ങനെയൊക്കെയുള്ള ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഭാഗത്തും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ് കത്തിച്ചു കൊടുക്കും. അപ്പൊ മക്കൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇത് എങ്ങനെയാ കത്തുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിലൂടെ നമുക്ക് അവരെ പഠനത്തിലേക്ക് എത്തിക്കാം. ദെൻ കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ് കാൽക്കുലേഷൻ. അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും, അതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ 4 ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലിൽ കൊടുക്കുന്നുണ്ട് കാൽക്കുലേഷൻ ആയിട്ട്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. റിപ്പീറ്റേഷൻ ഇൻക്രീസ് സക്സസ് ആണ്. ദെൻ കോൺസെൻട്രേഷൻ, ഐ ഹാൻഡ്, കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം. ഐ ഹാൻഡ് കോർഡിനേഷനും കോൺസെൻട്രേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ കാര്യത്തിൽ സെൽഫ് കൺട്രോൾ, പഠനത്തിൽ, അതുപോലെ ബിഹേവിയർ, ഇതിനൊക്കെ കുഞ്ഞ് ഒരു അവന്റെ ക്യാരക്ടറിൽ ഒരു കൺട്രോൾ, ഒരു ലിമിറ്റ് നമ്മൾ കൊടുക്കുക. എൻവയോൺമെന്റിലാണെങ്കിൽ ലിമിറ്റ് ആണ്, സംസാരത്തിലാണെങ്കിൽ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ സെൽഫ് കൺട്രോൾ ആയിട്ട് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ദെൻ പെർഫെക്ഷൻ, ചെയ്യുന്നത് എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ്, അത് നമ്മൾ മനുഷ്യർക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കുക. ക്രിയേറ്റിവിറ്റിയാണ് എപ്പോഴും സയൻസ് ഫെയറിലൊക്കെ വരുന്നത്, കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെ. ദെൻ ഇൻഡിപെൻഡൻസ് ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. നീ അവിടേക്ക് പോകരുത്, നീ അങ്ങോട്ട് നോക്കരുത്, നീ അത് ചെയ്യരുത്, ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. കൃത്യമായിട്ട് അവർക്ക് പഠനത്തിൽ പോലും ശരിയായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തിളങ്ങാൻ കഴിയില്ല. ദെൻ വർക്ക് എപ്പോഴും എന്താണ്, അവർക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. വെറുതെ എന്തെങ്കിലും ചെയ്യാന്നല്ല, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. ഇതാണ് 14 ടെൻഡൻസീസ്. ഈ 14 ടെൻഡൻസീസിൽ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന് മാത്രം വരുന്ന ക്വാളിറ്റീസ് ആണ് ഈ 14 ടെൻഡൻസീസ്. ദെൻ ക്ലാസ് റൂമിൽ തന്നെ എംഫസൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് സുവോളജിയിൽ കൃത്യമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ഈ 14 ടെൻഡൻസീസ് ഞാൻ എന്തായാലും ടൈപ്പ് ചെയ്തിട്ട് വിട്ടുതരാം കേട്ടോ. കാരണം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ ശൈല? നോക്കുന്നുണ്ടോ? കൾച്ചറൽ ഏരിയ ആണ്. ധന്യയുടെ കയ്യിലുണ്ടോ ടെക്സ്റ്റ്? ഞാൻ നോക്കണ മിസ്സേ, കണ്ടില്ല. കൾച്ചർ ഏരിയ 147 ആണ് പേജ് നമ്പർ. മിസ് പറഞ്ഞത് കണ്ടില്ല. പറഞ്ഞത് കണ്ടിട്ടില്ല. ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കും, കണ്ടില്ല. ദ പ്രോസസ് ഓഫ് കൾച്ചറൽ അഡാപ്റ്റേഷൻ കണ്ടോ? അതിലെ എക്സ്പ്ലോറേഷൻ, ഓർഡർ, ഗ്രിഗേറിയസ്നെസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ,
റെപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ പേജ് നമ്പർ എല്ലാം. ഒന്ന് പറയാമോ? എൻ്റെ കയ്യിൽ ആ ബുക്ക് ഇല്ലടാ. എൻ്റെ നോക്കട്ടെ കയ്യിലുള്ള മിസ്സേ, ബുക്ക് നോക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് എൻ്റെ കയ്യിലില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് നോക്കാം. അതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് വരുന്നത് നാച്ചുറൽ ടേബിൾ ആണ്. നാച്ചുറൽ ടേബിൾ ടീച്ചിങ് അസസ്മെന്റ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ. പേജ് നമ്പർ 161. 161 കിട്ടിയോ? കിട്ടി. ഓക്കെ. നാച്ചുറൽ ടേബിളിൽ നമുക്ക് പ്രസന്റേഷൻ വരുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ കുഞ്ഞിന് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. മാം പറഞ്ഞ കൾച്ചറൽ ഏരിയയുടെ 157 ആണ് പേജ് നമ്പർ. അതിലുണ്ടല്ലോ അല്ലേ? 157 ആണ് സ്റ്റാർട്ടിങ് പഠിപ്പിച്ചത്. ഇപ്പം നാച്ചുറൽ ടേബിളിൽ ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ കണ്ടോ? ഇതൊരു നെസ്റ്റിന്റെ മാതൃകയിൽ ഒരു ബേർഡ് അടയിരിക്കുന്ന രീതിയിലാണ് വെച്ചത് കേട്ടോ. ഇതുണ്ടോ? ഒരു കുഞ്ഞു കോഴിയില്ലേ, പ്ലാസ്റ്റിക് കോഴിയാണ്. കാണുന്നുണ്ടോ? അതേ രീതിയിൽ ഒരു നെസ്റ്റിൽ അടയിരിക്കുന്ന രീതിയിൽ, പിന്നെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ്, ഡ്രൈ ലീഫ്, ഗ്രീൻ ലീഫ്, വെള്ളം, ഇച്ചിരി വെള്ളത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് കളർ മുക്കിയത് കേട്ടോ. വെള്ളം തനിയെ വെള്ളമാകുമ്പോൾ ചിലപ്പോൾ വിസിബിൾ ആവില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഇച്ചിരി കളർ ഇട്ടത്. ദെൻ ഒരു റോക്ക്, ദെൻ ലെമൺ, ക്യാരറ്റ്, സാൻഡ്, ലയൺ, കൗ, ഹെൻ. ഇങ്ങനെ കുഞ്ഞിന് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഓരോന്നും നമ്മൾ പോയിന്റ് ചെയ്തിട്ട് കുഞ്ഞിനെ 3 പീരിയഡ് ലെസൺ വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ഡു യു നോ വാട്ട് ഇസ് ദിസ്? അപ്പോൾ കുഞ്ഞ് ആൻസർ പറയും, ദിസ് ഇസ് വാട്ടർ. ദെൻ ഡു യു നോ വാട്ട് ഇസ് ദിസ്? വാട്ട് കളർ ഇസ് ദിസ്? എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം. ദെൻ അതിനുശേഷം മാഗ്നിഫൈങ് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കുഞ്ഞിന് കാണാൻ പറ്റും. അപ്പോൾ മാഗ്നിഫൈങ് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓരോന്നും ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ അതിനുശേഷം അതിന്റെ നെയിം ടാഗ്. ഇത് നേരത്തെ കാണിച്ചത് നോൺ റീഡിങ് ചൈൽഡ് ആണ്. ഐ മീൻ എഴുത്ത് വായനയും അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്ക് ഫസ്റ്റ് LKG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ആക്ടിവിറ്റി. ഇവിടെ നമുക്ക് നെയിം കാർഡ് ഇല്ല, പക്ഷെ UKG എത്തുമ്പോൾ നമ്മൾ ഇവിടെ നെയിം കാർഡ് കുഞ്ഞിന് വെച്ചു കൊടുക്കുകയാണ്. ഓരോന്നിൻ്റെയും നെയിം എഴുതിയിട്ട് നമ്മൾ സൈഡിൽ വെക്കുക. എന്നിട്ട് കുഞ്ഞത് റീഡ് ചെയ്തതിന് ശേഷം ഓരോ ഒബ്ജക്റ്റിലും ആ നെയിം വെക്കുകയാണ്. വാട്ടർ, സാൻഡ്, ക്യാരറ്റ്, ലയൺ, കൗ, ഹെൻ, ഓറഞ്ച്, നെസ്റ്റ്, എഗ്സ്, ഡ്രൈ ലീഫ്, ഗ്രീൻ ലീഫ്, ദെൻ എ മാഗ്നിഫൈങ് ലെൻസ്. ഇങ്ങനെ കുഞ്ഞ് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ട് വെക്കുക. ഈ 2 ആക്ടിവിറ്റിയാണ് നമുക്ക് നാച്ചുറൽ ടേബിളിൽ വരുന്നത്. നാച്ചുറൽ ടേബിളിൽ നമുക്ക് എന്തും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ടീച്ചർ ഡയറക്റ്റ് ആണ്, അതായത് ടീച്ചറാണ് അവിടെ കുട്ടീനെ ഡയറക്റ്റ് ചെയ്യുന്നത്. ടു ഡെവലപ്പ് ആൻ ഇൻട്രസ്റ്റ് ആൻഡ് അവയർനെസ് ഓഫ് നാച്ചർ ഇൻ ചിൽഡ്രൻ, allow the children to observe their environment, develop their vocabulary, help children understand the concept time. Example, the 4 seasons.
ഡിഫറെന്റ് മെറ്റീരിയൽസ് നീഡഡ് ഇൻ എവറി സീസൺ. ഇപ്പൊ സീസൺ ആണെങ്കിൽ സ്പ്രിംഗ്, ഓട്ടം, വിന്റർ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ട്രേയിൽ അതിനനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അത് വെച്ച് കൊടുക്കാം. വെക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ്. ദെൻ ഫൗണ്ടേഷൻ ഓഫ് എ സയന്റിഫിക് അപ്രോച്ച്, ഒരു സയന്റിഫിക് അപ്രോച്ചിന്റെ ഫൗണ്ടേഷൻ കൂടിയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അതെ. ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെയാണ്. ക്ലിയർ. ഓക്കെ, ശരി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കളക്ഷൻ ഓഫ് മോഡൽ ആനിമൽസ്. ടേബിൾ ഓഫ് കണ്ടന്റ് കണ്ടില്ലേ? ടേബിൾ ഓഫ് കണ്ടന്റ് കളക്ഷൻ ഓഫ് മോഡൽ ആനിമൽസ്. കളക്ഷൻ ഓഫ് മോഡൽ ആനിമൽസ്, നമ്മള് പ്ലാസ്റ്റിക് ആയിട്ടുള്ള രൂപങ്ങള് ആനിമൽസിന്റെ വെച്ചിട്ട് ഫീൽ ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഇവിടെ നമുക്ക് ലയൺ ആണ് വെച്ചിട്ടുള്ളത്. ദിസ് ഇസ് ലയൺ. ലയൺ ഇസ് നോൺ ആസ് കിങ് ഓഫ് ഫോറസ്റ്റ്, ഒരു സ്ട്രോങ് ആനിമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 പോയിന്റ് കുഞ്ഞിന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോന്നിന്റെ പേരും കുഞ്ഞിനോട് ചോദിക്കാം. Can you show me which is giraffe, lion, which is cheetah? Then അതിന്റെ നെയിം, ഓരോ ആനിമലിന്റെയും പേരെഴുതിയ നെയിം ടാഗ്. റീഡിംഗ് ചൈൽഡിനാണ് ഈ 2 ആക്ടിവിറ്റി, നോൺ റീഡിംഗ് ചൈൽഡിനാണ് കൊടുക്കുക. വായന അറിയാത്ത 3 വയസ്സ് 4 വയസ്സിന്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ആക്ടിവിറ്റി കൊടുക്കുക. പറഞ്ഞു കൊടുക്കാണ്, പറഞ്ഞു പഠിപ്പിക്കാണ്. ഇത് റീഡിംഗ് ചൈൽഡ്, കുഞ്ഞ് റീഡ് ചെയ്തിട്ട് ആ ആനിമൽസിന്റെ പേര് താഴെ വെക്കുന്നുണ്ട്, കണ്ടില്ലേ? ദെൻ ഓരോ നെയിമും കുഞ്ഞ് റീഡ് ചെയ്ത് കേൾപ്പിക്കണം, കാരണം അവിടെ കുഞ്ഞ് റീഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലാർജ് പിക്ചർ ആണ്. A4 സൈസിലുള്ള ആനിമലിന്റെ ഒറിജിനൽ പിക്ചർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ചെറിയ കുഞ്ഞുമക്കൾ കാണാമല്ലോ, അപ്പൊ അവർക്കൊരു കാർട്ടൂൺ പിക്ചർ ആയിട്ടാണ് കൊടുത്തിരുന്നത്. നമുക്ക് നോർമലി ഒറിജിനൽ പിക്ചർ തന്നെ യൂസ് ചെയ്യാം. ദിസ് ഇസ് ജിറാഫ്, ദെൻ ലയൺ, സെബ്ര. ഈ 3 ആനിമൽസ്, എപ്പോഴും നമ്മൾ 3 ആനിമൽസിനാണ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാവും. 1, 2, 3 എന്നുള്ള രീതിയിൽ. പക്ഷെ നെയിം വയ്ക്കുമ്പോൾ, നെയിം ടാഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട്, കാരണം കുഞ്ഞ് റീഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലാർജ് പിക്ചർ വെക്കുമ്പോഴും ആദ്യം 3 എണ്ണം വെച്ചിട്ട്, ഇപ്പം 3 ചൂസ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക്കും അതുപോലെ വൈൽഡും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഒരു ദിവസം ഡൊമസ്റ്റിക് പഠിപ്പിക്കുക, നെക്സ്റ്റ് ഡേയിൽ വൈൽഡ് പഠിപ്പിക്കുക. പിന്നീട് കൂടുതലായിട്ട് നെയിം ടാഗ് വെക്കുമ്പോൾ നമുക്ക് 3-ൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി വരുന്നതാണ് ലൂസ്ലി ഗ്രൂപ്പ്. ഐഡന്റിഫൈങ് ആനിമൽ ലൂസ്ലി ഗ്രൂപ്പ്. ഇവിടെ കണ്ടില്ലേ ഡിഫറെന്റ് കളേഴ്സ് കണ്ടോ? ഈ ഡിഫറെന്റ് കളേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2-3 പേജ് മറിച്ചാൽ നിങ്ങൾക്കൊരു 3.4 ഐഡന്റിഫൈങ് ആനിമൽസ് സ്പെസിഫിക്കലി ഗ്രൂപ്പ്ഡ് എന്നുള്ള ഒരു ഭാഗം കാണാം. കണ്ടോ? മാമൽസ്, ബേർഡ്സ്, ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, മോളക്സ്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ചു നോക്കൂ, കണ്ടോ? കിട്ടിയോടാ? ഇല്ല മിസ്സേ. ഒരു 3-4 പേജ് മറിച്ചാൽ തന്നെ ചെറിയൊരു ബോക്സ് കാണാം. ഐഡന്റിഫൈങ് ആനിമൽസ് സ്പെസിഫിക്കലി ഗ്രൂപ്പ്ഡ്. മാമൽസ്, ബേർഡ്സ്, ഫിഷ്. മാമൽസ് ഡാർക്ക് റെഡ് കാർഡ്, ബേർഡ്സ് ലൈറ്റ് ബ്ലൂ കാർഡ്, ഫിഷ് ലൈറ്റ് ഗ്രീൻ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കള്ളി വരച്ചിട്ട് എഴുതിയത്. കിട്ടിയില്ല? ഇല്ല മിസ്സേ, വേറെ ബോക്സ് ഒക്കെ ഉണ്ട് പക്ഷെ. ഓക്കെ, ഞാൻ എന്നാല് അതും കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് വിട്ടുതരാം. ഇപ്പൊ ഇവിടെ നമുക്ക് റെഡ് കളർ ഉണ്ടോ? ഡാർക്ക് റെഡ് കളറിൽ മാമൽസ്. മാമൽസ് എന്താണ്? കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് മാമൽസ്.
നമ്മളടക്കം മാമൽസ് ആണ് അല്ലെ. ഡോഗ്, കാറ്റ്, റാബിറ്റ്, അതുപോലെ ഹ്യൂമൻ ഒക്കെ നമുക്ക് അതിൽ എക്സാമ്പിൾ കൊടുക്കാം. ബേർഡ്സിന്റെ കളർ ഏതാണ്? ലൈറ്റ് ബ്ലൂ കാർഡ് ബേർഡ്സ്. ഫിഷ് ലൈറ്റ് ഗ്രീൻ കാർഡാണ്. ഫിഷ് ഇതിൽ വന്നിട്ടില്ല. ദെൻ ആംഫിബിയൻസ് പർപ്പിൾ കാർഡാണ്. ആംഫിബിയൻസ് വന്നിട്ടില്ല. ദെൻ റെപ്റ്റൈൽസ് വന്നിട്ടുള്ളത് ബ്രൗൺ കാർഡ്. റെപ്റ്റൈൽസ് എന്താണ്? ഫ്രോഗ്, ടോഡ്, സാൽമാൻഡർ. സ്നേക്ക്. ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്? റെപ്റ്റൈൽസ് പറഞ്ഞ ഉരകജീവികള്. ഇൻസെക്ട്സോ? യെല്ലോ കാർഡ്. ഇൻസെക്ട്സ് വരുന്നത് യെല്ലോ കാർഡില്. മോളസ്ക് വരുന്നത് ഗ്രേ കാർഡാണ്. മോളസ്കും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിപ്പോ നമുക്ക് ലൂസ്ലി ഗ്രൂപ്പാണ്, മിക്സഡ് ആണ്. ഇതിൽ ഇൻസെക്ട് ഉണ്ട്, മാമൽസ് ഉണ്ട്, അതുപോലെ റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇവിടെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ കാർഡ് വെച്ചത്. ഇനി മോർ സ്പെസിഫിക്കലി ഇവിടെ ബേർഡ്സ് ആണ് ചൂസ് ചെയ്തത്. ബേർഡ്സിൽ നമ്മൾ ലൈറ്റ് ബ്ലൂ കാർഡാണ്. ഇത് ഫോട്ടോ വന്നപ്പം വൈറ്റ് ആയിട്ട് തോന്നാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ കാർഡാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ കാർഡിൽ നമ്മൾ റീഡിങ്ങും നോൺ റീഡിങ്ങും ഉണ്ട്. റീഡിങ് ചൈൽഡിന് നമ്മൾ പേരുള്ള കൺട്രോൾ കാർഡ് ഇവിടെ കണ്ടോ, 2 കാർഡ് വെച്ചിട്ടുണ്ട്. ഈ താഴെയുള്ള കാർഡിൽ ഇതിന്റെ നെയിം ഉണ്ടായിരിക്കും. ബേർഡ്സിന്റെ ഓരോന്നിന്റെയും നെയിം വെച്ചു കൊടുത്തിട്ട് കൃത്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ റീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പാരറ്റ്, ക്രോ, പീജിയൻ, ദെൻ സ്പാരോ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ്സ് എല്ലാം ലൈറ്റ് ബ്ലൂ കാർഡിലാണ്. ഇതാണ് മോർ സ്പെസിഫിക്കലി. അതുപോലെ ലൂസ്ലി ഗ്രൂപ്പ് ആകുമ്പം എല്ലാം മിക്സഡ് ആണ്. പക്ഷെ മോർ സ്പെസിഫിക്കലി ആകുമ്പോൾ ഒന്നിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒന്ന് ബേർഡോ, മാമൽസോ, റെപ്റ്റൈൽസോ, ആംഫിബിയൻസോ ഏതെങ്കിലും ഒന്നിനെ ചൂസ് ചെയ്യുക. അത് കുഞ്ഞിന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ജിഗ്സോ പസിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് കുട്ടികൾക്കൊക്കെ പസിൽ കാർഡ് കൊടുക്കാറില്ലേ? ഇത് അതിന്റെ കൺട്രോൾ കാർഡാണ്. ഇത് ഫിഷ് ആണ് നമുക്കിവിടെ പസിലായിട്ട് എടുത്തത്. അപ്പൊ ഫിഷിനെ നമ്മൾ ഓരോ പാർട്സ് എടുത്തിട്ട് അതിന്റെ കൺട്രോൾ കാർഡ് കുഞ്ഞിനെ വെപ്പിക്കും. ഹെഡ്, ഷെൽ, ദെൻ ഗ്രിൽസ്, സ്കെയില്, ദെൻ അനൽ ഫിൻ, ഡോർസൽ ഫിൻ, ടെയിൽ ഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് ഓരോ പാർട്സും വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പേര് കുഞ്ഞിന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എല്ലാ ആനിമൽസിന്റെയും അതുപോലെ ബേർഡ്സിന്റെ ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ നമ്മൾ ഫിഷ് ആണ് ചൂസ് ചെയ്തതെന്ന് മാത്രം. ദെൻ ടെർമിനോളജി കാർഡ്സ്. അപ്പൊ നമ്മൾ കൺട്രോൾ കാർഡിൽ വെച്ചതാണ്. ടെർമിനോളജി കാർഡ്സ് ആനിമൽസിന്റെ ബോഡി പാർട്സ് ഹൈലൈറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഹെഡ്, ദെൻ ലെഗ്, ബോഡി, ഐ, ടെയിലാണിത് കേട്ടോ. ടെയിലാണ് റെഡ്. ദെൻ ട്രങ്ക്, ടസ്ക്, ഇയർ. ഇവിടെ വന്നതാണ് ഐ ആണ് റെഡ് കളറിൽ കൊടുത്ത്. ഓരോ പാർട്സും കുഞ്ഞിന് പറഞ്ഞ് പഠിപ്പിക്കുക. ഫസ്റ്റ് ഒരു എലിഫന്റിന്റെ ഔട്ട്ലൈൻ ആണ്. ദെൻ ഓരോ ബോഡി പാർട്സ് ആയിട്ട് റെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിന്റെ കൺട്രോൾ കാർഡ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മൾ അതിന്റെ താഴെ പേരുണ്ട്. ഈ ഒരു ഫോട്ടോയിലാണെങ്കിൽ നമ്മൾ താഴെ പേര് വെച്ചതാണ്. ഇത് റീഡിങ് ചൈൽഡിനും ഇത് നോൺ റീഡിങ് ചൈൽഡിനാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം ഓരോ ബോഡി പാർട്സും. അതിനുശേഷം നമ്മൾ കൺട്രോൾ കാർഡും
നെയിമും വെച്ചിട്ട് കൃത്യമായിട്ട് കുഞ്ഞ് വെച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത്, റീഡിങ് ചൈൽഡിന്റെ ആണ്, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റീഡിങ്ങും നോൺ റീഡിംഗ് എന്ന് പറയുമ്പോൾ മാറണ്ട. LKG-യിലാണ് നോൺ റീഡിംഗ് വരുന്നത്, UKG-യിലാണ് റീഡിംഗ് വരുന്നത്. ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റി UKG കൊടുക്കുന്നതാണ്. നേരത്തെ ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ കൊടുത്ത ആക്ടിവിറ്റി LKG-യിലും കൊടുക്കുന്നതാണ്. ബോഡി പാർട്സ് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ബോഡി പാർട്സ് ആദ്യം വെക്കും, എന്നിട്ട് അതിന്റെ നെയിം ടാഗ് വെക്കും, അതിനുശേഷം അതിന്റെ കൺട്രോൾ കാർഡ് കൃത്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വെപ്പിച്ചിട്ട് കുഞ്ഞ് വെച്ചത് കറക്റ്റ് ആണോ എന്ന് നോക്കും. ഇനി വരുന്നത് ടെർമിനോളജി ബുക്ക്ലെറ്റ്. ഇതൊരു ബുക്ക്ലെറ്റ് ആക്കിയതാണ്, ടെർമിനോളജി ബുക്ക്ലെറ്റ്. അതിന്റെ ഫോട്ടോ നമുക്കില്ല, നോർമലി അത് കൊടുക്കാറില്ല. അത് ഏകദേശം ഒരു നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ബുക്ക്ലെറ്റ് എപ്പോഴും ചൂസ് ചെയ്യാറ്. ഇനി വരുന്ന ആനിമൽസ് ലൈഫ് സർക്കിൾ ആണ്. ഇവിടെ ഞാൻ കുറച്ച് ഔട്ട്ലൈൻസ് വിട്ടിട്ടുണ്ട്. ഇതെന്താണ്? പാർട്സ് ഓഫ് ബേർഡ്. സ്പാരോ ആണ്. അതിൽ വിങ്സ്, ടെയിൽ, ഫീറ്റ്, ബീക്ക്, ബ്രസ്റ്റ്, ഹെഡ്, ഇത്രയും ബോഡി പാർട്സ് ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ ഫിഷിന്റെ ബോഡി പാർട്സ് ആണ്. ഫിഷ് ഫസ്റ്റ് വരുന്ന ഒരു ഔട്ട്ലൈൻ ഫിഷ്. ഹെഡ്, ഗ്രില്ല്, ടെയിൽ, ടെയിൽ ഫിൻ, ഡോർസൽ ഫിൻ, പെക്ട്രൽ ഫിൻ, വെന്റൽ ഫിൻ, ആനൽ ഫിൻ. പെക്ട്രൽ ഫിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ വരുന്നത് ഡോർസൽ ഫിൻ ആണ്. ആ ഡോർസൽ ഫിന്നിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ഫിന്ന് വരും, മുകളിലും താഴെയായിട്ട്. അതാണ് പെക്ട്രൽ ഫിൻ 2 തവണ വരുന്നത്. നെക്സ്റ്റ് ഹൗസ് ഫ്ലൈ. ഹെഡ്, തോറാക്സ്, അബ്ഡമൻ, ആന്റിന, ലെഗ്സ്, വിങ്സ്. ബട്ടർഫ്ലൈക്കും ഇതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുക. തോറാക്സ് സെൻട്രലുള്ള, അതായത് ഹെഡിന്റെയും അബ്ഡമന്റെയും സെൻട്രൽ പോർഷൻ ആണ് തോറാക്സ്. ഇനി ലൈഫ് സർക്കിൾ ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ ലൈഫ് സർക്കിൾ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്രോഗ് നിങ്ങൾ ലൈഫ് സർക്കിൾ ചെയ്തില്ലേ? ബട്ടർഫ്ലൈന്റെ ഒക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഓരോ പിക്ചറും കൊടുത്തിട്ട് അതിന്റെ താഴെ ആയിട്ട് അതിന്റെ കോട്ടിങ്സ് ഉണ്ടായിരിക്കും. നോൺ റീഡിങ് LKG സ്റ്റുഡന്റ്, ദെൻ ഇത് UKG സ്റ്റുഡന്റിനാണ്. UKG-യിൽ പിക്ചർ കണ്ടിട്ട് അത് റീഡ് ചെയ്തിട്ട് വെക്കാം. ഇനി ഇത് വെച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത് അതിന്റെ കൺട്രോൾ കാർഡ് വെച്ചിട്ടും ചെക്ക് ചെയ്യാണ്. കൃത്യമാണോ കുഞ്ഞ് വെച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാണ്. മാം, ഈ എലിഫന്റ് ഇത് കാണിക്കുന്ന പോലെ ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ 8 o'clock ആണ് ക്ലാസ് എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ 7:30 എന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് എൻഡ് ചെയ്തത് 8 o'clock ആണ്. അതിനു മുമ്പ് തന്നെ ഒരുപാട് പഠിപ്പിച്ചോ? ഒരുപാട് നമുക്ക് 8:30 ഇനി മറ്റൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ റിവൈൻഡ് പോകുന്നില്ല. ഇനി ബോട്ടണിയിലേക്ക് വരുമ്പം ഇതേ രീതിയിൽ തന്നെയാണ് ബോട്ടണി പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ബോട്ടണിയിലേക്ക് പോവാം. ജാസ്മിൻ ബോട്ടണി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആനിമൽസിനെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ബോട്ടണിയിലും പോകുന്നത്. ബോട്ടണിയിൽ ഫസ്റ്റ് വരുന്നത് കളക്ഷൻ ഓഫ് മോഡൽ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട്സ് ആണ് ചൂസ് ചെയ്തത്. ഗ്രേപ്പിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഗ്രേപ്സ്, ദെൻ എ ബഞ്ച് ഓഫ് ഫ്രൂട്ട്സ്. ഒരു ഗ്രൂപ്പാണ്, ഒരു കൊലയാണ് അല്ലെ. കളർസ് പർപ്പിൾ, ദെൻ മോർ വാട്ടർ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ ഫ്രൂട്ട്സിന്റെയും കൃത്യമായിട്ട് നമ്മൾ ഒരു 5 പോയിന്റെങ്കിലും പറഞ്ഞു കൊടുക്കുക. സ്ട്രോബെറി, ദെൻ ലെമൺ. ഫീൽ ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഇപ്പം നേരത്തെ ഫ്രൂട്ട്സ് വെച്ചു, ഇപ്പൊ വെജിറ്റബിൾസ് വെച്ചു. വെജിറ്റബിൾസ് ബ്രിഞ്ചാലിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രിഞ്ചാൽ കിങ് ഓഫ് വെജിറ്റബിൾ, ദെൻ ഇൻക്ലൂഡിങ് മോർ സീഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുക. കളർ പറയാ, അതിന്റെ വിറ്റാമിൻ കണ്ടന്റ് പറയാം. നെക്സ്റ്റ് ഓരോന്നിനെ നമ്മൾ പോയിന്റ് ചെയ്യുക. ദെൻ അതിന്റെ ലാർജ് പിക്ചർ ഓഫ് ഫ്രൂട്ട്സ്, പ്ലാന്റ്സ് ആൻഡ് വെജിറ്റബിൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത അതേ രീതിയിൽ തന്നെ ലാർജ് പിക്ചർ വെച്ചിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഓരോ ഫ്രൂട്ട്സിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കാം.
നെക്സ്റ്റ് വരുന്നത് ജിക്സോ പസിൽ ഓഫ് ട്രീ. ഇതിൽ ഐഡന്റിഫൈങ് പ്ലാന്റ്സ് ലൂസ്ലി ഗ്രൂപ്പ് ഉണ്ട്. ലൂസ്ലി ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് ഇവിടെ ക്രീപ്പർ, ക്ലൈംബർ, പ്ലാന്റ്സ്. ഗ്രേപ്സ് ഈസ് എ ക്ലൈംബർ. ദെൻ പൈനാപ്പിൾ ഈസ് എ പ്ലാന്റ്. ആപ്പിൾ ഗ്രോസ് ട്രീ. ഇങ്ങനെ ഡിഫറെന്റ് അല്ലേ അതിന്റെ മരം, അത് അതെ. ഉണ്ടാകുന്ന ചെടി വരുന്നത്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുക കൃത്യമായിട്ട്. അതാണ് ലൂസ്ലി ഗ്രൂപ്പ് വരുന്നത്. ദെൻ ജിക്സോ പസിൽ. ജിക്സോ പസിൽ ഇവിടെ നമ്മൾ ഹിബിസ്കസ് ആണ് എടുത്തിട്ടുള്ളത്, ചെമ്പരത്തി. പെറ്റൽസ്, ദെൻ അതിന്റെ സ്റ്റാമിന കൃത്യമായിട്ട് അതിൽ ഓരോ ഭാഗവും നമ്മൾ സ്റ്റേമൻ, പെറ്റൽസ്, പിന്നെ ഇതിലും നമുക്ക് തോറാക്സും അബ്ഡമനൊക്കെ വരുന്നുണ്ട് ചെമ്പരത്തിയിൽ. പണ്ട് സയൻസിൽ പഠിച്ചതല്ലേ, അത് നടുക്കെ പിളർന്നിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ പാർട്സ് വരുന്നത് പഠിച്ചിട്ടുണ്ട്, സയൻസിൽ അറിയാം. ചെയ്തിട്ടില്ല. യെസ്, അതേ രീതിയിൽ നമ്മൾ കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ ലീഫിൽ വരുന്നതും ബ്ലേഡ്സ്, അതുപോലെ അതിന്റെ അപ്പെക്സ്, ഷാർപ്പായിട്ടുള്ള അതിന്റെ അപ്പെക്സ് വരുന്നുണ്ട്, വെയിൻസ് വരുന്നുണ്ട്, അതിന്റെ പെറ്റൽസ് വരുന്നുണ്ട്. കൃത്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വെപ്പിക്കുക. ഇവിടെ നെക്സ്റ്റ്, ഇപ്പം നേരത്തെ ജാസ്മിൻ ജോയിൻ ചെയ്തത് ഈ ഒരു ആക്ടിവിറ്റിയിലാണ്, അതായത് ആനിമൽസിന്റെ ടെർമിനോളജി കാർഡ്സ് പറഞ്ഞപ്പോഴാണ്. ഇവിടെ നമ്മൾ ട്രീയുടെ ടെർമിനോളജി കാർഡ്സ് ഓരോന്നും നമുക്ക് പ്ലാന്റ്, റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ. റെഡിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. റൂട്ട് ഇവിടെ റെഡിലാണ് കൊടുത്തത്. ഇവിടെ റൂട്ട് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് അതിന്റെ ലീഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്ലവർ ആണ് ഇവിടെ റെഡിൽ കൊടുത്തത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെം. ഇവിടെ സ്റ്റെം ആണ് റെഡ് കൊടുത്തിട്ടുള്ളത്. ദെൻ ബഡ്, മൊട്ട്, ബഡ് ആണ് ഇവിടെ റെഡില്. ദെൻ ഇവിടെ വരുന്നത് സീഡ്. ഈ സീഡ് താഴേക്ക് വീഴുന്ന ഈ സീഡാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് റെഡിൽ ഹൈലൈറ്റ് ചെയ്യുക. ദെൻ കുഞ്ഞിന് UKG-യിലേക്ക് എത്തുമ്പം റൂട്ട്, അതുപോലെ ലീഫ്, ഫ്ലവർ, സ്റ്റെം, ബഡ്, സീഡ്, ഇങ്ങനെ കാർഡ് വെപ്പിക്കുക. റീഡ് ചെയ്തിട്ട് കുഞ്ഞ് കാർഡ് വെക്കുക. വെച്ച കാർഡ് കറക്റ്റ് ആണോ എന്നുള്ളത് ഈ ഒരു പിക്ചറിൽ നെയിം ഉള്ള രീതിയിലുള്ള കാർഡ് വെച്ചിട്ട്, കൺട്രോൾ കാർഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഫ്ലവർ പ്രസ്സിങ്. ഫ്ലവർ പ്രസ്സിങ് പറഞ്ഞാൽ നമ്മൾ ഇല ഉണക്കി കാണിക്കില്ലേ, കുഞ്ഞുങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലകൾ ഉണക്കി കാണിച്ചു കൊടുക്കും. അപ്പൊ അതാണ് ഫ്ലവർ പ്രസ്സിങ് വരുന്നത്. ഇനി വരുന്നത് ലീഫ് ക്യാബിനറ്റ് ആണ്. ലീഫ് ക്യാബിനറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓരോ ഡ്രോയറും ഉണ്ട്. ഡ്രോയർ 1 ബോക്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഡ്രോയർ 1-ല് നമുക്ക് വരുന്നത് പേജ് നമ്പർ 171 കിട്ടിയോ? കിട്ടി. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. ഓക്കെ. ഡ്രോയർ 1-ല് റെനിഫോം, കിഡ്നി ഷേപ്പ്. ദെൻ ട്രയാങ്കുലർ ഷേപ്പ്, കണ്ടോ? ട്രയാങ്കുലർ, എലിപ്റ്റിക്കൽ, ലൈക്ക് എ എലിപ്സ്, എ നാരോ എൻഡ്. ദെൻ ഓർബിക്കുലേറ്റ്, റൗണ്ട്. ഡ്രോയർ 2-ല് വരുന്നത് സ്പാച്ചുല, ലൈക്ക് എ സ്പൂൺ. ദെൻ ആക്യുക്കുലേറ്റ്, 2 needles joined at one end. Hastate, like the head of an arrow with the stem attached where the rod of the arrow would be. Then linear, long, thin and straight. Drawer 3-ൽ വരുന്നത് ovate, egg shape. Ovate, then obovate. ഇത് എഗ് ഷേപ്പിന്റെ ഡിഫറെന്റ് മോഡൽസ് ആണ്. ജസ്റ്റ് ഈ ഒരു സംഭവമാണ് എഗ് ഷേപ്പ് കേട്ടോ. ഇവിടെ വെച്ചതില് രണ്ടും ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് എഗ് ഷേപ്പിൽ വരുന്നത്. ദെൻ കോർഡേറ്റ്, ഹാർട്ട് ഷേപ്പ്.
ഒബ്കോർഡേറ്റ് ഹാർട്ട് ഷേപ്പ് തിരിച്ചു വെച്ചത്. ഇങ്ങനെ 3 ഡ്രോയർ ആണ് ലീഫ് ക്യാബിനറ്റിൽ വരുന്നത്. അതിന്റെ ഓരോന്നിന്റെയും പേര് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുപോലെ ഷേപ്പും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടന്റ് ഓഫ് സൺ. ഈ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിന്റെ ഈ ഒരു സോക്കറ്റിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട്. ട്രേസ് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ കാർഡ്സ്, സോളിഡ് കാർഡ്, തിക്ക് ലൈൻ കാർഡ്, തിൻ ലൈൻ കാർഡ് നമ്മൾ ജോമെട്രിക്കൽ ക്യാബിനറ്റിൽ ചെയ്തില്ലേ, അതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇമ്പോർട്ടന്റ് ഓഫ് സൺ. സൂര്യൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ജീവിക്കാൻ കഴിയോ? ഇല്ല. ഇല്ല. അപ്പൊ അവിടെ ഒരു ജസ്റ്റ് ഒരു ഉള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് കൊടുക്കുക, ഇമ്പോർട്ടന്റ് ഓഫ് സൺ. ദെൻ ഡ്രോയിങ് പ്ലാൻസ്. ഇവിടെ നമ്മൾ 7 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 7 ഗ്ലാസ്സിൽ 7ലും മണ്ണ് നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ദിവസത്തെ ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ഡേ വെക്കുന്ന സീഡാണ് ഇത്, സെക്കൻഡ് ഡേ വെച്ചത് ഇത്, തേർഡ് ഡേ ഇത്, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ, സിക്സ്ത് ഡേ ആൻഡ് 7th ഡേ. 6 കാണുന്നുള്ളൂ അല്ലെ ഫോട്ടോയില്. അപ്പൊ നമുക്ക് 7 ദിവസം 7 ദിവസം ആവുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു സീഡ് നട്ട് കഴിഞ്ഞാൽ അതൊരു പ്ലാന്റ് ആവുന്നുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് 3-4 ലീഫ് വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ആ സീഡൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ സീഡ് സ്റ്റെമ്മിൽ തന്നെ ഉണ്ട്. ദെൻ സീഡിന്റെ ഉള്ളിൽ നിന്ന് ലീഫ് വരുന്നത്, ജസ്റ്റ് സീഡ് ഒന്ന് വിസിബിൾ ആയിട്ട് ലീഫ് വരുന്നത്. ഇവിടെ ജസ്റ്റ് സീഡ് മുളച്ച് വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൽ സീഡിനെ നമ്മൾ കാണുന്നില്ല, കാരണം സീഡ് താഴെ. ഇപ്പൊ ഈ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? സൈഡിലൂടെ റൂട്ട് താഴേക്ക് ഇറങ്ങുന്നത് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോട്ടോയിൽ വിസിബിൾ അല്ല, കറക്റ്റ് ആയിട്ട് താഴേക്ക് റൂട്ട് ഇറങ്ങുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് എടുക്കുന്നത്. ഗ്രോയിങ് പ്ലാന്റ്സ് മിക്ക സ്കൂളുകളിലും ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇത്, ഇല്ലേ? ജെർമിനേഷൻ. അത് പണ്ട് ആക്ടിവിറ്റി നമ്മുടെ സയൻസ് ബുക്കിൽ വരുമല്ലോ. അതെ അതെ. LKG UKG അല്ല, കുറച്ചും കൂടി ഹയർ ക്ലാസ്സിലാ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ UKG-യിലാണ് കാണിക്കുക. കണ്ടോ, റൂട്ട് വരുന്നത് ജസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ആ റൂട്ട്, സീഡിൽ നിന്ന് റൂട്ട് താഴേക്ക് വരുന്നത് കാണിച്ചു കൊടുക്കാം. അതിനാണ് ട്രാൻസ്പെറന്റ് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. ദെൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് കാണാലോ. ലിവിങ് തിങ്സിന് ക്യാൻ മൂവ്, ക്യാൻ ഗ്രോ, ക്യാൻ ബ്രീത്ത്, ദെൻ ക്യാൻ ഈറ്റ്. ഇവിടെ നോൺ ലിവിങ് ആണെങ്കിലോ cannot ഗ്രോ, cannot breathe, then എല്ലാം cannot ആണ്. ഇവിടെ can ആണ്. അപ്പൊ ലിവിങ് തിങ്സിൽ നമുക്ക് കുറച്ച് ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോസ് വെച്ചു കൊടുക്കുക. നോൺ ലിവിങ് തിങ്സിൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഫോട്ടോയും വെച്ചു കൊടുക്കുക. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് എഴുതിയ കാർഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ ലൈഫ് സർക്കിൾ. ഇവിടെ നമുക്ക് ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പെട്ടെന്ന് ഹൈഡ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പം ഇവിടെ നോൺ ലിവിങ് തിങ്സിന് നമുക്ക് ബാക്കിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും. ലിവിങ് തിങ്സിനാണെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കില്ല, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി പ്ലാന്റ്സ് ലൈഫ് സർക്കിൾ. സീഡ് ഒരു ട്രീ ആവുന്നതിന്റെ ലൈഫ് സർക്കിൾ ആണ്. സീഡ് ആദ്യം ഇവിടെയാണ്, മണ്ണിന്റെ അടിയിലാണ്. പിന്നെ മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളവും സൂര്യപ്രകാശവും കിട്ടുമ്പോൾ റൂട്ട് വരുന്നുണ്ട്. അതിനുശേഷം അത് മണ്ണിൽ നിന്നും മുകളിലേക്ക് വന്ന് സീഡിനുള്ളിൽ നിന്ന് ലീഫ് പ്രൊജക്റ്റ് ചെയ്യാണ്. ദെൻ അതൊരു പ്ലാന്റ് ആവുന്നു. പ്ലാന്റ് ബിക്കം എ ബിഗ് ട്രീ. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത്
ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നമുക്ക് മിക്സഡ് ആയിപ്പോയോ? ജോഗ്രഫിയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് സാൻഡ് പേപ്പർ ഗ്ലോബ് ആണ്. സാൻഡ് പേപ്പർ ഗ്ലോബ് കണ്ടില്ലേ? ഹൗ ടു ക്യാരി എ ഗ്ലോബ്. ഈ ഗ്ലോബിന് താഴത്തെ സ്റ്റാൻഡ് ഊരിപ്പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ക്യാരി ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. നെക്സ്റ്റ് നമ്മൾ അത് ഫീൽ ചെയ്യുക. 2 കൈകൊണ്ടും 3 തവണ ഫീൽ ചെയ്യുക. എന്നിട്ട് റഫ് ഏരിയ റെപ്രസെന്റ് ലാൻഡ് തൊട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. അതിന്റെ മുകളിൽ ഒട്ടിച്ച സാൻഡ് പേപ്പർ ആണോ? എങ്ങനെ? ആ കളർ കാണിക്കുന്ന പേപ്പർ അത് നോർമൽ പെയിന്റിംഗ് പോലെ തോന്നുന്നില്ല. സാൻഡ് പേപ്പർ ആണോ? ഇത് സാൻഡ് ആണ്, കണ്ടോ? ഗമ്മിൽ സാൻഡ് വെച്ചതാണ്. ഓ, അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ ഗ്ലോബ്. ഇത് റഫ് ഏരിയ റെപ്രസെന്റ് ലാൻഡ്. ഇവിടെ ഓക്കെ. റഫ് ഏരിയ വരണമെങ്കിൽ സാൻഡ് പേപ്പർ നമ്മൾ സാൻഡ് യൂസ് ചെയ്യണം. ദെൻ ഇവിടെ സ്മൂത്ത് ആണ്. ഇത് സ്മൂത്ത് സർഫേസ് ആണ്, കണ്ടോ? സ്മൂത്ത് ഏരിയ റെപ്രസെന്റ് വാട്ടർ. വലിയൊരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഇവിടെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങള്. റഫ് ഏരിയ റെപ്രസെന്റ് ലാൻഡ്, സ്മൂത്ത് ഏരിയ റെപ്രസെന്റ് വാട്ടർ. അപ്പൊ ഇത്രയും വാട്ടറിലാണോ നമ്മൾ നിൽക്കുന്നതെന്നാ ചോദിക്കുക. ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് കളേർഡ് ഗ്ലോബ് ആണ്. ഈ കളേർഡ് ഗ്ലോബില് 7 കളർ ഉണ്ട്. 7 കളർ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് 7 കളേഴ്സ്. എന്തിനാ 7 കളേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്? 7 കോർഡിനേറ്റ്സ് ആണ്. 7 കോർഡിനൻസ്. 7 കോർഡിനൻസിനെയാണ് കളേർഡ് ഗ്ലോബ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്മൾ കളേർഡ് ഗ്ലോബും കണ്ടോ? ഇവിടെ വേൾഡ്, ഏഷ്യ യെല്ലോ, യൂറോപ്പ് റെഡ്, ഓസ്ട്രേലിയ ബ്രൗൺ, ദെൻ ആഫ്രിക്ക ഗ്രീൻ, നോർത്ത് അമേരിക്ക ഓറഞ്ച്, സൗത്ത് അമേരിക്ക പിങ്ക്, അന്റാർട്ടിക്ക വൈറ്റ്. ഇത് ഗ്ലോബിനെ 2ആയി പിളർന്നതാണ്. ഈ ഒരു ഗ്ലോബിനെ 2ആയിട്ട് പിളർന്ന ഭാഗമാണ് ഇത്. ജിക്സോ മാപ്പ് ഓഫ് ദ വേൾഡ്. ഇവിടെ നമ്മൾ ആഫ്രിക്ക കാണിച്ചു കൊടുക്കുന്ന ആഫ്രിക്ക അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ജിക്സോ മാപ്പ് ഓഫ് ദ വേൾഡിലും വരുന്നുണ്ട്. ഓരോ കോണ്ടിനെന്റ്സും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് അതിന്റെ കളറ് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. 7 കളറ്, 7 കളർ റെപ്രസെന്റ്, ഈച്ച് കളർ റെപ്രസെന്റ് ഈച്ച് കോണ്ടിനെന്റ്സ്. അപ്പോൾ വി ഹാവ് 7 കോണ്ടിനെന്റ്സ്. ഈ ഒരു ജിക്സോ മാപ്പ് ഓഫ് ദ വേൾഡ് അതിന്റെ ഐസൊലേഷൻ മാപ്പിൽ വെച്ചിട്ട്, ഐസൊലേഷൻ മാപ്പ് എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ മാത്രമുള്ള മാപ്പിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ നെയിം ടാഗും കൃത്യമായിട്ട് വെപ്പിക്കുക. UKGയിലുള്ള ആക്ടിവിറ്റിയാണ്. റീഡ് ചെയ്തിട്ട് കോർഡിനേറ്റ് കാർഡ്സ്. ആദ്യം നമ്മൾ ജിക്സോ മാപ്പ് ഉണ്ട്, അതുപോലെ അതിന്റെ പേര് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഔട്ട്ലൈൻ ഉണ്ട്. കൂടാതെ അതിന്റെ ഉള്ളിൽ തന്നെ പേര് എഴുതിയിട്ടുള്ള കൺട്രോൾ കാർഡും ഉണ്ട്. 3 രീതിയിൽ നമ്മൾ കോണ്ടിനെന്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ജിക്സോ മാപ്പ് ഓഫ് ദ വേൾഡ് ആൻഡ് മോഡൽ ആനിമൽസ്. ഓരോ കോണ്ടിനെന്റ്സിനും മോഡൽ ആനിമൽസ് ഉണ്ട്. ഏഷ്യ എലിഫന്റ്, യൂറോപ്പ് ലയൺ. അന്റാർട്ടിക്ക. എങ്ങനെ? അന്റാർട്ടിക്ക മറ്റേ പെൻഗിൻ ആയിരിക്കും, അത് മാത്രം അറിയാം. പെൻഗിൻ, അതെ അതെ. അന്റാർട്ടിക്ക പെൻഗിൻ, ഓസ്ട്രേലിയ കാംഗറൂ, ദെൻ ആഫ്രിക്ക സീബ്ര, നോർത്ത് അമേരിക്ക ബെയർ, സൗത്ത് അമേരിക്ക കൗ. ഇങ്ങനെയാണ് മോഡൽ ആനിമൽസ് വരുന്നത്. ദെൻ പിക്ചേഴ്സ് ഫ്രം വേരിയസ് കോണ്ടിനെന്റ്സ്.